ജീവിതം പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സമ്മർദ്ദം, അനിശ്ചിതത്വം, നഷ്ടം, അല്ലെങ്കിൽ ദിവസേനയുള്ള തിരക്കുകൾ. എന്നാൽ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ പാരമ്പര്യങ്ങൾ നമ്മെ ശക്തരാക്കാനും സുഖപ്പെടുത്താനും വളരാനും സഹായിക്കുന്ന അറിവുകൾ നൽകി വരുന്നു. ഇന്ന് ഇന്ത്യൻ വിശ്വാസവും സംസ്കാരവും എങ്ങനെ നമ്മളെ പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്തുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ വിശ്വാസം വെറും ആചാരങ്ങളല്ല, അത് ഒരു അർത്ഥാന്വേഷണമാണ്. ഭക്തി പാരമ്പര്യം നമ്മെ സമർപ്പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ജീവിതം ഭാരമായി തോന്നുമ്പോൾ ദൈവത്തിൽ വിശ്വാസം വെക്കുന്നതിലൂടെ ആ ഭാരം കുറയുന്നതായി തോന്നും. യോഗയും ധ്യാനവും നമ്മെ സത്യത്തെക്കുറിച്ചും മനസ്സിനെ ശാന്തമാക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കുവാനും പഠിപ്പിക്കും. ദീപാവലി, ഹോളി എന്നിവ പോലുള്ള ഉത്സവങ്ങൾ പുതുക്കലിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകങ്ങളാണ്. ഇരുട്ടും കഷ്ടപ്പാടുകളും താൽക്കാലികമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇന്ത്യൻ സംസ്കാരം സാമൂഹ്യ കേന്ദ്രിതമാണ്. പ്രതിസന്ധി നേരിടുന്നത് വ്യക്തിപരമായിട്ടല്ല, മറിച്ച് ഒരു സമൂഹമായിട്ടാണ്. കുടുംബ ബന്ധങ്ങളും സമൂഹ ബന്ധങ്ങളും പ്രതിസന്ധി കാലത്ത് മാനസിക പിന്തുണ നൽകും. കഥാപാരമ്പര്യം രാമായണം മുതൽ ഗ്രാമീണ കഥകൾ വരെ മാനസിക പാഠങ്ങളും പ്രത്യാശയും നമ്മളെ പഠിപ്പിക്കും. ഭക്ഷണങ്ങളും ആചാരങ്ങളും ആശ്വാസത്തിന്റെ അടയാളങ്ങളാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ പൂജ നടത്തുകയോ ചെയ്യുന്നത് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിറ്റി ബന്ധത്തിന്റെ ബോധം നമ്മളിൽ ഉണർത്തും. സുഖം ഒറ്റപ്പെടലിൽ അല്ല, ബന്ധങ്ങളിൽ തന്നെയാണ് എന്നാണ് ഇന്ത്യൻ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ആയുർവേദം മുതൽ ആത്മീയ അഭ്യാസങ്ങൾ വരെ ഇന്ത്യൻ പാരമ്പര്യങ്ങൾ സമഗ്രമായ പ്രതിസന്ധികളെ നേരിടാനുള്ള മാർഗങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യും. ആയുർവേദം ശരീരം, മനസ്സ്, പരിസ്ഥിതി ഇവയുടെ സമത്വം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. കർമ്മസിദ്ധാന്തം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അംഗീകരണം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിലും നമ്മളുടെ പ്രതികരണങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണെന്നുള്ളതാണ്. ബുദ്ധമതവും ജൈനമതവും നമ്മളെ പഠിപ്പിക്കുന്നത് നെഗറ്റിവിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനും കരുണ വളർത്താനുമാണ്. ഈ പാരമ്പര്യങ്ങൾ വേദനയെ നിഷേധിക്കുന്നില്ല, അതിനെ വളർച്ചയിലേക്ക് മാറ്റും. ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് ഈ പാഠങ്ങൾ അത്യന്തം പ്രസക്തമാണ്. വിശ്വാസം സാങ്കേതികതയും ലോജിക്കും പ്രാപ്യമല്ലാത്തിടങ്ങളിൽ പോലും പ്രത്യാശ പ്രദാനം ചെയ്യും. സംസ്കാരം നമ്മുടെ വേരുകളെ നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തും. അത് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കും. പാരമ്പര്യങ്ങളിൽ നിന്നുള്ള പ്രതിസന്ധി നേരിടൽ മാർഗങ്ങൾ, ധ്യാനം, നന്ദി, പിന്തുണ ഇന്ന് മനഃശാസ്ത്രവും ശാസ്ത്രവും ശക്തമായ ഉപകരണങ്ങളായി അംഗീകരിക്കും. നമ്മുടെ പൂർവികർ സ്വാഭാവികമായി അഭ്യസിച്ചിരുന്നത് ഇന്ന് ഗവേഷകർ തെളിയിക്കുന്ന ശക്തമായ മാർഗങ്ങളായിട്ടാണ്. ജീവിതം ഭാരമായി തോന്നുമ്പോൾ ഓർക്കുക, വിശ്വാസം നമ്മളെ ശക്തരാക്കും. സംസ്കാരം നമ്മളെ ബന്ധിപ്പിക്കും. പാരമ്പര്യം നമ്മളെ അറിവുകൾ കൊണ്ട് നിറയ്ക്കും. പ്രതിസന്ധി നേരിടൽ അഥവാ പ്രതിസന്ധി അഭിമുഖീകരിക്കൽ യഥാർത്ഥത്തിൽ നിന്ന് ഒളിച്ചോടി പോകലല്ല, അതിനെ ധൈര്യത്തോടും അർത്ഥത്തോടും പ്രത്യാശയോടും കൂടി സ്വീകരിക്കലാണ്. ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ അത് മറ്റൊരു വ്യക്തിയുമായി പങ്കിടാൻ മറക്കരുത്. കാലാതീതമായ ജ്ഞാനവും ആധുനിക ജീവിതവും ബന്ധിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നോട് കൂടെ തുറന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.